അപ്പോൾ 6ാം ക്ലാസ്സിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും നോളജ് ഹണ്ടറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നാളെ നമുക്ക് SS പരീക്ഷയാണ്. അപ്പോൾ SS പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് നാളത്തെ എക്സാമിന് ഷുവറായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മൊബൈലിൽ ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കാം. സോ നമുക്ക് ഏതായാലും ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. സോ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കണേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. പീപ്പിൾ ഇൻ യൂറോപ്പ് കണ്ടിന്യൂസ്ലി ഫേസ്ഡ് അറ്റാക്ക് ബിറ്റ്വീൻ ദ 5th and 15th സെഞ്ച്വറി CE. അപ്പോൾ CE 5th സെഞ്ച്വറി മുതൽ 15th സെഞ്ച്വറി വരെ യൂറോപ്പിലെ പീപ്പിൾ ഒരുപാട് ആക്രമണങ്ങൾ നേരിട്ടിരുന്നു. ദ കിങ് ഡെവലപ്ഡ് എ ന്യൂ സോഷ്യൽ സിസ്റ്റം ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ദം. അപ്പോൾ ഇതിനെയൊക്കെ നേരിടാൻ വേണ്ടി നമ്മുടെ രാജാവ് പുതിയൊരു സോഷ്യൽ സിസ്റ്റം രൂപപ്പെടുത്തി. സോ ക്വസ്റ്റ്യൻ നോക്കുക. ആഡ് അതർ കാറ്റഗറീസ് ഓഫ് ദ മെഡീവൽ യൂറോപ്യൻ സൊസൈറ്റി ഇൻ ദ അബവ് ഡയഗ്രാം. അപ്പോൾ മുകളിൽ കൊടുത്തിരിക്കുന്ന ഈ ഡയഗ്രത്തിൽ ഇവിടെയും നമ്മളോട് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിതറിയാം, മെഡീവൽ യൂറോപ്യൻ സൊസൈറ്റിയെ ഡിവൈഡ് ചെയ്തിട്ടുള്ള ഒരു 4 സ്ട്രാറ്റകളാക്കി മാറ്റിയിട്ടുണ്ട്. ആ 4 സ്ട്രാറ്റകളുമാണ് ഇവിടെ ഉള്ളത്. ആ 4 സ്ട്രാറ്റയിലും ഏറ്റവും മുകളിൽ നിൽക്കുന്നത് നമുക്ക് അറിയാം, കിങ് ആണ് അല്ലേ. സോ രാജാക്കന്മാരാണ് ഏറ്റവും മുകളിലുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ആൻസർ കിങ് ആയിട്ട് വരും. സോ കിങ് ആണ് ഒന്നാമത്തെ ആൻസർ വരിക. പിന്നെ കിങ് കഴിഞ്ഞാൽ ലോഡ്സ് ഉണ്ട്. അതുപോലെ ലോഡ്സ് കഴിഞ്ഞാൽ നമുക്കറിയാം ലെസർ ലോഡ്സ് ആണ്. ഓക്കെ, ലെസർ ലോഡ്സ് ആണ് കേട്ടോ. എൻ്റെ ആൻസർ വരിക ലെസർ ലോഡ്സ് ആണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ആ മെഡീവൽ ഒരു സൊസൈറ്റിയുടെ സ്ട്രാറ്റാസ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ, കിങ്, ലോഡ്, ലെസർ ലോഡ്, അതുപോലെ ഫാർമർ. ബി ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. അനലൈസ് ആൻഡ് മേക്ക് എ നോട്ട് ഓൺ ഫ്യൂഡലിസം ആൻഡ് ദ സ്റ്റാറ്റസ് ഓഫ് ഫാർമർ ഇൻ ദ മെഡീവൽ യൂറോപ്യൻ സൊസൈറ്റി. മെഡീവൽ യൂറോപ്യൻ സൊസൈറ്റിയിലെ കർഷകരുടെ അവസ്ഥയെപ്പറ്റിയും ഫ്യൂഡലിസത്തെ പറ്റിയും ഒരു നോട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോട്ട് തയ്യാറാക്കാൻ ഇവിടെ 2 ടോപ്പിക്കുകളാണുള്ളത്. ഒന്ന് ഫ്യൂഡലിസം, ആ ടോപ്പിക്കുമായി ബേസ് ചെയ്ത് നോട്ടിൽ നിങ്ങൾ പ്രതിപാദിക്കണം. അതുപോലെ സ്റ്റാറ്റസ് ഓഫ് ഫാർമർ ഇൻ ദ മെഡീവൽ യൂറോപ്യൻ സൊസൈറ്റി, ആ സൊസൈറ്റിയിലെ ഫാർമേഴ്സിനെ പറ്റിയും നിങ്ങൾ പറയണം. സോ അതിൻ്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഒരു നോട്ട് തയ്യാറാക്കുമ്പോൾ നമുക്കൊരു ഹെഡിങ് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. ഹെഡിങ് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്യൂഡലിസത്തെ പറ്റിയും അതുപോലെ ഫാർമേഴ്സിൻ്റെ അവസ്ഥയെപ്പറ്റിയും നമ്മൾ പറയുന്നു. സോ ഒന്നാമത്തെ പോയിൻ്റ് നോക്കാം. ദ കിങ് ഹെൽഡ് ദ ഹയസ്റ്റ് പൊസിഷൻ ഇൻ ദ സൊസൈറ്റി. അപ്പോൾ മെഡീവൽ യൂറോപ്യൻ സൊസൈറ്റിയിലെ ഏറ്റവും ഹയസ്റ്റ് പൊസിഷനിലുള്ള ആളുകളായിരുന്നു നമ്മുടെ കിങ് എന്ന് പറയുന്നത്. കിങ് ഡിസ്ട്രിബ്യൂട്ടഡ് ദ ലാൻഡ്സ് ടു ദ ലോഡ്സ്. അപ്പോൾ കിങ്ങുകൾ എന്ത് ചെയ്തു? അവരുടെ ആ ഒരു ഭൂമി നമ്മുടെ ലോഡ്സിന് ഭാഗിച്ചു കൊടുത്തിരുന്നു. കിങ് ലോഡ്സിനാണ് ഭൂമി ഭാഗിച്ചു കൊടുത്തിരുന്നത്. ഇൻ റിട്ടേൺ, അപ്പോൾ ഇതിൻ്റെ പ്രതിഫലമായിട്ട് ദ ലോഡ്സ് പ്രൊവൈഡഡ് മിലിറ്ററി സർവീസസ് ടു ദ കിങ്. അപ്പോൾ ലോഡ്സ് എന്ത് ചെയ്തിരുന്നു? നമ്മളുടെ രാജാക്കന്മാർക്ക് മിലിറ്ററി സർവീസ് പ്രൊവൈഡ് ചെയ്തിരുന്നു. ഓക്കെ. സോ ഈച്ച് ലോഡ് ഇൻ ടേൺ, അപ്പോൾ ലോഡ്സ് എന്ത് ചെയ്തിരുന്നു? ഡിസ്ട്രിബ്യൂട്ടഡ് എ പോർഷൻ ഓഫ് ദെയർ ലാൻഡ് ടു ദ ലെസർ ലോഡ്സ്. അപ്പോൾ നമ്മളുടെ ലോഡ്സിന് കിട്ടിയ ലാൻഡിൻ്റെ ഒരു ഭാഗം ലെസർ ലോഡ്സിന് ഭാഗിച്ചു കൊടുത്തിരുന്നു. ആൻഡ് ഡിമാൻഡഡ് സർവീസസ് ഫ്രം ദർ. എന്നിട്ട് ആ ലെസർ ലോഡ്സിൽ നിന്നും സർവീസുകൾ അല്ലെങ്കിൽ സേവനങ്ങൾ അവർ ഡിമാൻഡ് ചെയ്തിരുന്നു. ആര്? നമ്മളുടെ ലോഡ്സ്. ദ സൊസൈറ്റി ഇൻ ദ മെഡീവൽ യൂറോപ്പ് ഫോംഡ് ഓൺ ദ ബേസിസ് ഓഫ് ലാൻഡ് ഓണർഷിപ്പ് ഈസ് കോൾഡ് ഫ്യൂഡലിസം. അപ്പോൾ മെഡീവൽ യൂറോപ്പിലെ ഈ ലാൻഡ് ഓണർഷിപ്പിൻ്റെ ബേസിൽ ഉണ്ടായിട്ടില്ല സോഷ്യൽ സിസ്റ്റത്തിനെ പറയുന്ന പേരാണ് ഫ്യൂഡലിസം. അപ്പോൾ ആ ഡെഫിനേഷൻ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ദ സോഷ്യൽ സിസ്റ്റം ഇൻ ദ മെഡീവൽ യൂറോപ്പ് ഫോംഡ് ഓൺ ദ ബേസിസ് ഓഫ് ലാൻഡ് ഓണർഷിപ്പിൻ്റെ ബേസിൽ ഉണ്ടായിട്ടുള്ള സോഷ്യൽ സിസ്റ്റമാണ് ഫ്യൂഡലിസം. റെഡിയാണല്ലോ? അപ്പോൾ ഫ്യൂഡലിസത്തിനെ പറ്റി നമ്മൾ ആദ്യത്തെ 5 പോയിന്റിൽ പറഞ്ഞു. ഇനി ഫാർമേഴ്സിനെ പറ്റി ഒരു 2 പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ ഫാർമേഴ്സ് സ്റ്റുഡ് അറ്റ് ദ ലോവസ്റ്റ് സ്ട്രാറ്റം ഓഫ് ദ ഫ്യൂഡൽ സൊസൈറ്റി. അപ്പോൾ ഫ്യൂഡൽ സൊസൈറ്റിയിലെ ഏറ്റവും താഴ്ന്ന തട്ടിലാണ് നമ്മുടെ ഫാർമേഴ്സ് ഉണ്ടായിരുന്നത്. ഏറ്റവും താഴെ തട്ടിൽ നമ്മൾ നേരത്തെ കണ്ടു, ഏറ്റവും താഴെ തട്ടിലാണ് ഫാർമേഴ്സ് ഉണ്ടായിരുന്നത്. ദേ വർ കമ്പൽഡ് ടു വർക്ക് ഇൻ ഫീൽഡ് ആൻഡ് ഹൗസസ് ഓഫ് ദ ലോഡ്സ്.
അപ്പോൾ നമ്മളുടെ ലോഡ്സിൻ്റെ ഫീൽഡിലും പാടങ്ങളിലും ഹൗസസ് വീടുകളിലുമൊക്കെ പണി ചെയ്യാൻ അവർ നിർബന്ധിക്കപ്പെട്ടിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി കിങ് ലോഡ് ലെസർ ലോഡ്സ് ആയിരുന്നു അവിടെ ഏറ്റവും ഹയസ്റ്റ് പൊസിഷനിലുണ്ടായിരുന്നത്. പക്ഷേ ഫാർമേഴ്സിൻ്റെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. അവർ താഴെ തട്ടിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങളെല്ലാവരും പഠിച്ചിട്ട് മാത്രം എക്സാമിന് പോവുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.